അമേരിക്കയും ഇറാനും പതിറ്റാണ്ടുകളായി ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ രണ്ട് രാജ്യങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1979 അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം തകരുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവം ഇരു രാജ്യങ്ങളെയും കടുത്ത ശത്രുക്കളാക്കി മാറ്റി. അതിനുശേഷം 4 പതിറ്റാണ്ടിലേറെയായി ഉപരോധങ്ങളും ഭീഷണികളും രഹസ്യ ഏറ്റുമുട്ടലുകളും സൈനിക സംഘർഷങ്ങളും തുടർന്നു. 2020 ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതോടെ ബന്ധം കൂടുതൽ വഷളായി. അടുത്തിടെ മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതോടെ ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്ക ഉയർന്നിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ സമാധാന ധാരണയിലെത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. ഫ്രാൻസിൽ വെച്ച് കരാർ ഒപ്പുവെച്ചതായാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊരു അന്തിമ സമാധാന കരാറല്ലെന്നും ഒരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ കരാർ ലംഘിക്കുകയോ നിബന്ധനകൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ അമേരിക്ക വീണ്ടും സൈനിക നടപടി തുടരുമെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള മേഖലയാണ് മധ്യപൂർവേഷ്യ. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാൻ ബന്ധം മെച്ചപ്പെടുന്നത് എണ്ണവിലകളെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കാവുന്ന കാര്യമാണ്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട ശത്രുതയ്ക്കും സംഘർഷങ്ങൾക്കും ശേഷം അമേരിക്കയും ഇറാനും വീണ്ടും ഒരു മേശയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് ഒരു പുതിയ സമാധാന യുഗത്തിന്റെ തുടക്കമാകുമോ, അല്ലെങ്കിൽ ചരിത്രത്തിലെ മറ്റൊരു താൽക്കാലിക ഇടവേള മാത്രമാകുമോ? അതിന്റെ ഉത്തരം എഴുതപ്പെടേണ്ടത് ഇനി വരുന്ന ദിവസങ്ങളിലാണ്. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.